ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കോട്ടയം ജില്ലാ കമ്മിറ്റിയും പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് NSS ടെക്നിക്കൽ സെല്ലും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മരീസദനം ഡയറക്ടർ സന്തോഷ് മരീസദനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുന്നത് ലഹരി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രോഗ്രാം. ആരെങ്കിലും വഴിതെറ്റി മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ ഇടയാകാതിരിക്കുന്നതിന് വേണ്ടി വളരെ മുൻകരുതലോടെ, പ്രത്യേകിച്ച് പോളിടെക്നിക് പഠിക്കുന്ന കുട്ടികൾ അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളൊക്കെ അവിടെ പലരും വരാറുള്ളതാണ്. പൊതിച്ചോറായിട്ടും നമ്മൾ മെന്റൽ ഹെൽത്തിലേക്ക് നമ്മൾ നല്ലൊരു പ്രോഗ്രാം, ഒരു അവയർനെസ് പ്രോഗ്രാം കുട്ടികൾ വന്നിട്ട് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. പക്ഷെ അതിനകത്ത് കിടക്കുന്ന ആളുകൾക്ക് ഇതുപോലെ വിമുക്തിയുടെ ഒരു ക്ലാസ് റൂം 75ഓളം പേരാണ് അവിടെ ലഹരി ഉപയോഗിച്ച് മാനസിക രോഗികളായി മാറിയത്. സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ സ്വന്തം അമ്മയെ വെട്ടിഞ്ഞുറുക്കി പട്ടണത്തിൽ ഇറങ്ങിയിട്ട് പറയാണ് എന്റെ അമ്മയെ എന്ന് പറയുന്നതിന് അവന് യാതൊരു വികാരവുമില്ല. അവനെന്തോ ഒരു സന്തോഷം പോലെയാണ്. പക്ഷെ ആ ആള് ഇന്നലെ കോടതിയിൽ പോയി, ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ അത്തരത്തിലുള്ളതാണ്. അങ്ങനെ ഒരു 5 or 6 യുവാക്കൾ കൊലക്കേസിൽ പ്രതികളായിട്ട് ജയിലിൽ മെന്റൽ ഹെൽത്ത് പ്രശ്നമായതുകൊണ്ട് ജാമ്യം കൊടുത്ത് പുറത്തിറക്കി. ഇനിയും അവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാനസികാരോഗ്യം തകർക്കപ്പെട്ട അവസ്ഥ. പ്രിൻസിപ്പൽ ആനി ഇബ്രാഹിം അധ്യക്ഷയായിരുന്നു. HRF കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി മാത്യു വളാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് തയ്യിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി OA ഹാരിസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ഹാഷിം ലബ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് കളരിക്കൽ, തോമസ് കുര്യാക്കോസ്, ജോഷി മൂര്യാങ്കൽ, വനിതാ വിഭാഗം ചെയർപേഴ്സൺ അൽസന്ന പരിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ ആശാ മരിയ പോൾ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. EK ഹനീഫ, ഷാജു പാല, സമീർ കോട്ടയം, ഷറഫ് മുൻകുന്നം, സലോമി കുറവലങ്ങാട്, അമ്പിളി, ജാസ്മിൻ കാഞ്ഞിരപ്പള്ളി, റമല കോട്ടയം, ജാൻസി, ഷാജിദ കോട്ടയം, ശ്രീകുമാരി, അനിത R എന്നിവർ നേതൃത്വം നൽകി.